വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടമാണ്. ഇതൊരു സ്പൈസി ഡിഷാണ്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചിക്കനാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്താൽ ചിക്കനിലേക്ക് നന്നായി ആ മസാലകളെല്ലാം പിടിച്ചു കിട്ടുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ പീസ് ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാനിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഒന്നൊന്നായി ഞാനിവിടെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ നിങ്ങൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എങ്കിലേ ആ ചിക്കൻ കൊണ്ടാട്ടത്തിന് നല്ല നാടൻ രീതിയിലുള്ളൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4 മിനിറ്റ് സമയം ഒരു ഭാഗം കുക്കായതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മറച്ചിട്ടതിന് ശേഷം ഒരു 4 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇവിടെ ഞാൻ 2 ട്രിപ്പായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ആ വെളിച്ചെണ്ണ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 4 വറ്റൽമുളക് നെടുകെ കീറിയതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു 3-4 എണ്ണം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ആ ചിക്കനിലേക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 20 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളൊരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഈ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കാൻ. മസാല നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. പിന്നീട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ആ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മധുരവും എല്ലാം ആ മുളകിൻ്റെ എരിവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക് ഉണ്ടാവുക. നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒന്നുകൂടെ കുറുക്കിയെടുക്കുക. പിന്നെ ഈ സമയത്ത് ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നമ്മൾ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവിയെല്ലാം ആവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസുകൾ ചേർത്തതിന് ശേഷം ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് നന്നായി ഒന്ന് ഇവ ഇളക്കി യോജിപ്പിക്കുക. ആ ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 3 മിനിറ്റ് സമയം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു നല്ല ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ കൊണ്ടാട്ടം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന മുളക് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാല ചേർത്തതിന് ശേഷം ചിക്കൻ നിങ്ങൾക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ചിക്കനിലേക്ക് ആ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.